സംഘർഷം രൂക്ഷമായ മണിപ്പൂരിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെ സന്ദർശനം ഇന്നുണ്ടായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഇന്ന് ഡൽഹിയിൽ ചേർന്നു. മണിപ്പൂരിൽ 50 കമ്പനി കേന്ദ്രസേനയെ കൂടി വിന്യസിക്കാൻ തീരുമാനമായി. നമ്മുടെ വാർത്താ സംഘം മണിപ്പൂരിലെത്തിയിട്ടുണ്ട്. വിനീത വി ജിയാണ് ഈ വാർത്താ സംഘത്തിൻ്റെ നേതാവ്. ജിജീന്ദ്രനും വിനീത വി ജിയും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മുടെ വാർത്താ സംഘം അവിടെ തുടരും. പ്രേക്ഷകരാണ് പറഞ്ഞ വിനീത അങ്ങോട്ട് അയച്ചാലോ. ആ ക്ഷണം തന്നെ നമ്മൾ തീരുമാനിച്ചു. വിനീത ഇന്ന് ഉച്ചയ്ക്ക് മണിപ്പൂരിൽ ലാൻഡ് ചെയ്തു. വിനീത വിജയും ജിജീന്ദ്രനും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നേരിട്ട് കടക്കുന്നു. മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ വസതിക്ക് സമീപമാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇംഫാലിലാണ്. ഇവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത NDA ഘടകകക്ഷികളുടെ യോഗം ഇന്ന് ഈ വസതിയിലാണ് ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയ നടപടിക്രമങ്ങളെല്ലാം ആ യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഘടകകക്ഷികൾക്കുള്ളിൽ നിന്ന് പോലും വലിയ വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. എൻ ബിരേൻ സിംഗ് രാജിവെക്കണം അടക്കമുള്ള ചില സമ്മർദ്ദം നേതാക്കളടക്കം ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള അത്തരം ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വസതിയിൽ വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധമൊക്കെയായ ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്ന പോലെ തന്നെ സുരക്ഷാ സേന ഇവിടെയുണ്ട്. എല്ലാ വാഹനങ്ങളും ഈ ഭാഗങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് NPP സർക്കാരിനുള്ള പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. ഒപ്പം തന്നെ രൂക്ഷ വിമർശനങ്ങൾ അവർ തന്നെ ഉന്നയിച്ചിട്ടുമുണ്ടായിരുന്നു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഈ ഘട്ടത്തിൽ കൂടി തന്നെയാണ് ഇന്ന് പ്രത്യേക യോഗങ്ങളൊക്കെ തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നത്. ഒപ്പം ഇന്ന് ഇംഫാലിലും സമാന രീതിയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. നാളെയും ഇവിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കുക, ഒപ്പം തന്നെ ഈ അക്രമങ്ങൾ തടയുന്നതിന് കൂടുതൽ സുരക്ഷാ സേനയെ ഉൾപ്പെടെ ഇംഫാലിലേക്ക് അടക്കം എത്തിക്കുക തുടങ്ങിയ നടപടിക്രമങ്ങളൊക്കെയാണ് ഇപ്പോഴിവിടെ പുരോഗമിക്കുന്നത്. ഇംഫാലിലെ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ വസതിക്ക് സമീപം നിന്ന് ക്യാമറാമാൻ ജിജേന്ദ്രനൊപ്പം വിനീത VG 24. താങ്ക് യു വിനീത വിജി.